ഇസ്രായേലിനെ പിണക്കിക്കൊണ്ട് ഒരു പരിപാടിക്കും ലോക പോലീസായ അമേരിക്കയെ കിട്ടില്ല. അമേരിക്കയുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിനെ കേറി മേഞ്ഞുകളയുമെന്ന് ഇറാനും പാകിസ്ഥാനുമൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. അമേരിക്കയുടെ അടിമയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്നവരും ധാരാളമുണ്ട്. എന്താണ് ശരിക്കുമുള്ള വാസ്തവം? ഇസ്രായേൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടുനോക്കൂ. ബ്ലാക്ക് റോക്ക് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ, അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണത്. ലാരി ഡി ഫിങ്ക് എന്ന ജൂതൻ 1988 സ്ഥാപിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ അസറ്റ് മാനേജർ ഏകദേശം $15 ട്രില്യൺ സമ്പത്ത് $1 ട്രില്യൺ എന്ന് പറയുന്നത് ഏകദേശം 1,00,000 കോടി രൂപയാണ്. അപ്പോൾ $15 ട്രില്യൺ എന്നത് 15 ലക്ഷം കോടി ഡോളറാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകളുടെ അവസ്ഥ. അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥ തന്നെ $30 ട്രില്യൺ ൻ്റേതാണെന്നറിയുമ്പോഴാണ് ബ്ലാക്ക് റോക്ക് എത്ര പവർഫുള്ളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് റോക്ക് ഇല്ലാതായാൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. ലാരി ഡി ഫിങ് എന്ന ഈ ജൂതന്റെയും അവരുടെ ബ്ലാക്ക് റോക്ക് എന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെയും കയ്യിലാണ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ അമേരിക്ക പോലും. അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഇസ്രായേൽ അമേരിക്കയുടെ അടിമയാണോ എന്ന്? ലെറ്റ് ദ ഫാക്ട്സ് സ്പീക്ക്. അപ്പോൾ കൂടുതൽ രസകരമായ കഥകൾക്കും വസ്തുതകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.